വേദയെ രക്ഷിക്കാൻ ശ്രീകാന്തിനെ കൊലപ്പെടുത്തി വിക്രം ജയിലിലേക്ക്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, പവിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വിവാഹത്തിൻ്റെ ആഘോഷ മുഹൂർത്തങ്ങളെല്ലാം അവസാനിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അനിയൻകുട്ടനെയും വേദയെയും കൂട്ടി വിക്രം വീട്ടിലേക്ക് മടങ്ങുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇവിടെയാണെങ്കിൽ പുളിക്കനെ കൊന്നത് ആരാണെന്നുള്ള കാര്യം നമ്മുടെ അനിയൻകുട്ടൻ അറിയാമെന്നും അവനൊരു സാക്ഷിയാണ്, അതുകൊണ്ട് അവനെ ഇല്ലാതാക്കണമെന്നും നമ്മുടെ ശ്രീകാന്തും അമ്മായിയച്ഛനും ജോബിയുടെ അടുത്തും അവരുടെ ഗുണ്ടകളുടെ അടുത്തും പറയുന്നത് കാണാം. പറ്റിയ സമയം കിട്ടുമ്പോൾ അവരെ പിടികൂടണം, അവരെ ഇല്ലാതാക്കണം എന്ന് പറയുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതേ സമയം ജോബി പറയുന്നുണ്ട്, സാറ് എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ എൻ്റെ പിള്ളേർ കേട്ടുകൊള്ളും, അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ വിക്രവും വേദയും അനിയൻകുട്ടനും വീട്ടിലെത്തുന്ന കാഴ്ച, അനിയൻകുട്ടനെ വീട്ടിലിരുത്തിയിട്ട് വിക്രവും വേദയും പുറത്തിരിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അവർ രണ്ടുപേരും കൂടി പല പദ്ധതിയും, അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും, അവരുടെ ജീവിതവും എങ്ങനെ നന്നാക്കാമെന്നൊക്കെ ചിന്തിക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയും വിക്രവും കുറേ സംസാരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ചെറിയ റൊമാൻറ്റിക് സീനൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് ശ്രീകാന്തും അമ്മായിയച്ഛനും ജോബിയും ഒക്കെ വരുന്നത് കാണാം. അവരെ കണ്ടതും അനിയൻകുട്ടനാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് പോകുന്നുണ്ട്. തൻ്റെ മരണം തൻ്റെ മുൻപിൽ കാണുന്ന അനിയൻകുട്ടനാണെങ്കിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വാ പൊത്തി പിടിക്കുകയും അനിയൻകുട്ടനെ കെട്ടിയിടുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം വിക്രമാണെങ്കിൽ തിരികെ വരുന്നുണ്ട് വേദയും. അങ്ങനെ വിക്രം വന്ന് നോക്കുമ്പോൾ അനിയൻകുട്ടനെ ബന്ദിയാക്കി കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ വിക്രം അനിയൻകുട്ടനോട് ചോദിക്കുന്നുണ്ട്, ആരാ അനിയൻകുട്ട, ആരാ ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നതും കാണാം. അപ്പോഴാണെങ്കിൽ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, അതായത് അത് ചെയ്തത് ശ്രീകാന്തും അയാളുടെ അമ്മായിയച്ഛനുമാണ്, അവരിവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ, കെട്ട് അഴിച്ചുകൊണ്ടിരിക്കെ ശ്രീകാന്തും അമ്മായിയച്ഛനും ജോബിയും ഗുണ്ടകളും പെരക്കകത്തേക്ക് കയറി വരുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ വിക്രമാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നു. വിക്രം, ഇന്ന് നിൻ്റെ മരണം സുനിശ്ചിതമാണ്, ഇന്ന് നിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം വിക്രം പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ അത്യാഗ്രഹമാണ് എന്ന് പറയുമ്പോൾ, ആദ്യം നിൻ്റെ ഭാര്യ എന്ന ഇവളെ, എൻ്റെ സഹോദരിയെ ഇല്ലാതാക്കും, അതിനുശേഷമേ നിന്നെ ഇല്ലാതാക്കുകയുള്ളൂ. മൂന്നാമതേ അനിയൻകുട്ടൻ എന്ന നാശം പിടിച്ചവനെയും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതരായി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അതൊക്കെ ശരി തന്നെയാണ്, അങ്ങനെ സംഭവിച്ചാൽ മാത്രമല്ലേ നടക്കുകയുള്ളൂ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്വയരക്ഷയ്ക്കായിട്ട് വിക്രമാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛനെ കീഴ്പ്പെടുത്തുന്നൊരു കാഴ്ച, രക്ഷപ്പെടാനായിട്ട് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് വിക്രം അങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അയാളെ ഉപയോഗിച്ചുകൊണ്ട് വേദയെയും അനിയൻകുട്ടനെയും കാട്ടിലേക്ക് വിടുന്ന വിക്രമാണെങ്കിൽ
അവസാനം അയാളെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജോബിക്കും കൂടാതെ തന്നെ ശ്രീകാന്തിനും എല്ലാവർക്കും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. വേദയാനിയൻകുട്ടനും വിക്രവും എവിടെയൊക്കെയോ ഒളിച്ചിരുന്നതിന് ശേഷം രാവിലെ അവർ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അവരൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് വരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ രാവിലെ ആയാലും പകലായാലും അവർക്കൊന്നു തന്നെയാണെന്ന് അവർ തെളിയിക്കുന്നു. ഒരു കൂട്ടം ആൾക്കാരൊക്കെ വന്ന് വിക്രത്തെയും വേദയെയും പിടികൂടുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുക. പാറയുടെ മുകളിൽ കൊണ്ടുപോയി തല്ലിച്ചതയ്ക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയും. വേദയാണെങ്കിൽ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, തല്ലല്ലേ, എന്തിനാ തല്ലുന്നത്, ഞങ്ങൾക്ക് സ്വത്തും ഒന്നും വേണ്ട, ഞങ്ങൾ അതിൻ്റെ ഏരിയയിലേക്ക് വരികയില്ല, ഞങ്ങളെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ വിടാനായിട്ട് പറ്റില്ലടി, ഞാൻ ജീവനുള്ളിടത്തോളം കാലം നീ ഒരു കുഞ്ഞിന് ജന്മം നൽകില്ല, നീ ജീവിതകാലം മുഴുവൻ ഒരു വിധവയായിട്ട് ജീവിച്ചാൽ മതി, അതുതന്നെയാണ് എനിക്കും ഇഷ്ടം എന്ന് പറയുന്നത് കാണാൻ കഴിയും, കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഇവൻ വരുന്നുണ്ട്, സേതു ഒന്ന് വിക്രത്തെയും വേദയെയും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭൂരിഭാഗം വരെ സാധിക്കുന്നുണ്ട്. വിക്രം ഇതിൻ്റെ ഇടയിൽ കൊക്കയിലേക്ക് വീഴാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ശ്രീയാണെങ്കിൽ തോക്കെടുത്ത് ആരെയെങ്കിലും ഒരാളെ ഇല്ലാതാക്കിയാൽ പകുതി പണി തീരും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വേദയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും, കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ പെട്ടെന്ന് തൻ്റെ ഭാര്യയെ, തൻ്റെ കാമുകിയെ, തൻ്റെ പ്രണയിനിയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തൻ്റെ ജീവനാണ് ഇല്ലാതാവാൻ പോകുന്നതെന്ന് തിരിച്ചറിയുന്ന വിക്രമാണെങ്കിൽ പാറയിൽ പിടിച്ച് തൂങ്ങി എഴുന്നേറ്റ് വന്ന് നമ്മുടെ ശ്രീകാന്തുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഒടുവിലതാ നമ്മുടെ ശ്രീകാന്താണെങ്കിൽ വെടിയേറ്റ് നിലത്ത് വീഴുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക, കാണാനായിട്ട് സാധിക്കുക. അതായത് വേദയെ രക്ഷിക്കാനായിട്ടും നന്നായി ജീവിക്കാനായിട്ടും മുന്നോട്ട് തടസ്സങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയുമാണ് ശ്രീകാന്തിനെ വിക്രം ഇല്ലാതാക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ശ്രീകാന്തിനെ ഇല്ലാതാക്കുമ്പോൾ വിക്രവും വേദയും വേർപിരിയുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. വിക്രവും വേദയും രണ്ട് ധ്രുവങ്ങളിലാകുന്നു. അതായത് ശ്രീകാന്തിനെ കൊന്ന കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാനായിട്ട് വിക്രം ജയിലിലേക്കും വേദ പുറത്തും നിൽക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. കുറച്ചു നാൾ പ്രണയമായിരുന്നെങ്കിൽ ഇനി പവിത്രത്തിൽ വിരഹമാണ് പ്രേക്ഷകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി തുടർന്നും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാനായിട്ടും ഓർമ്മിപ്പിക്കുന്നു കേട്ടോ.